PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ കലകളെ കുറിച്ചിട്ടാണ്. ഇത് കേരള PSCയുടെ 65ാം വിശേഷാൽ വാർഷിക പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേരളത്തിലെ കലകൾ. നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം. 1987 ഒക്ടോബർ 9 എറണാകുളത്ത് നടന്ന ഭാരത കലോത്സവത്തിൽ രാമായണം ബാലയിൽ ദശരഥനായി അഭിനയിക്കുക അരങ്ങിൽ വെച്ച് അന്തരിച്ച നൃത്താചാര്യനാണ് ഗുരു ഗോപിനാഥ് എന്ന് പറയുന്നത്. എന്താണ് 1987 ഒക്ടോബർ 9 എറണാകുളത്ത് നടന്ന ഭാരത കലോത്സവത്തിൽ രാമായണം ബാലയിൽ ദശരഥനായി അഭിനയിക്കെ അരങ്ങിൽ വെച്ച് അന്തരിച്ച നൃത്താചാര്യനാണ് ഗുരു ഗോപിനാഥ്. ജനകീയമാക്കിയ കഥകളി എന്നറിയപ്പെടുന്ന നൃത്തരൂപം കേരള നടനമാണ്. നിങ്ങൾ ഈ കേരള നടനം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. കേരള നടനം എപ്പോഴും ചോദിക്കാറുണ്ട്. ജനകീയമാക്കിയ കഥകളി എന്നറിയപ്പെടുന്ന നൃത്തരൂപമാണ് കേരള നടനം എന്നറിയപ്പെടുന്നത്. കേരള നടനത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച അമേരിക്കൻ നർത്തകിയാണ് ഇസ്തർ ഷെർമാൻ. അല്ലെ, നമ്മളിപ്പോൾ പഠിച്ചു ഇസ്തർ ഷെർമാൻ. സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന നൃത്തമാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ്. കല്യാണിക്കുട്ടിയമ്മ. മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശമുള്ള തുള്ളൽപ്പാട്ടായ ഘോഷയാത്ര രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ അല്ലേ. മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശമുള്ള തുള്ളൽപ്പാട്ടായ ഘോഷയാത്ര രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ. മോഹിനിയാട്ടത്തെക്കുറിച്ച് രേഖാമൂലമായ ആദ്യ പരാമർശം കാണുന്ന കൃതിയായ വ്യവഹാരമാല രചിച്ചത് മഴമംഗലം നാരായണൻ നമ്പൂതിരി. കേരളത്തിലെ ഏക ശാസ്ത്രീയ സ്ത്രീ നൃത്തകല എന്ന് പറയുന്നത് മോഹിനിയാട്ടമാണ്. കേരളത്തിലെ തനത് ലാസ്യ നൃത്തകലാരൂപമാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. കലാമണ്ഡലത്തിലെ ആദ്യത്തെ മോഹിനിയാട്ടം വിദ്യാർത്ഥിനി മുളയ്ക്കൽ തങ്കമണിയാണ്. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് പുത്തനുണർവുണ്ടായ മോഹിനിയാട്ടത്തിന് അധപ്പതനം സംഭവിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ്? അത് ഉത്രം തിരുനാളിൻ്റെ കാലത്താണ് അല്ലേ. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് പുത്തനുണർവുണ്ടായ മോഹിനിയാട്ടത്തിന് അധപ്പതനം സംഭവിച്ചത് നമ്മുടെ ഉത്രം തിരുനാളിൻ്റെ കാലത്താണ്. മോഹിനിയാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവിഷ്കരിക്കപ്പെടുന്ന രസം എന്ന് പറയുന്നത് ശൃംഗാരമാണ് അല്ലേ. അതോർക്ക് ആ പേരിൽ തന്നെ മോഹിനി എന്ന് പറയുന്ന അല്ലേ ശൃംഗാരഭാവമുള്ളതാണല്ലേ മോഹിനി. മോഹിനിയാട്ടത്തിൻ്റെ വേഷവിധാനത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. മോഹിനിയാട്ടത്തിൻ്റെ വേഷവിധാനത്തിൽ മോഹിനിയാട്ടത്തിൻ്റെ വേഷവിധാനത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. തോരണയുദ്ധം എന്നറിയപ്പെടുന്ന കലാരൂപം കൂടിയാട്ടമാണ്. കൂടിയാട്ടം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കലാരൂപങ്ങളിൽ കൂടിയാട്ടം ഇമ്പോർട്ടൻ്റ് ആണ്. കേരള നടനം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പറഞ്ഞ മോഹിനിയാട്ടം, അതേപോലെ അല്ലേ ഭരതനാട്യത്തിൻ്റെ കുറച്ച് ഇതേ വരുന്നുള്ളൂ. മോഹിനിയാട്ടമാണ് നമുക്ക് പ്രധാനം അല്ലേ. കഥകളി പദങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ആരുടെ ജീവചരിത്രമാണ് മാണി മാധവീയം? അത് ഗുരു മാണി മാധവ ചാക്യാരുടെ ജീവചരിത്രമാണ് അല്ലേ. തോരണയുദ്ധം എന്ന് പറയുന്നത് കൂടിയാട്ടമാണ് കേട്ടോ. കൂടിയാട്ടം. അതുപോലെ ഗുരു മാണി മാധവ ചാക്യാരുടെ ജീവചരിത്രമാണ് മാണി മാധവീയം എന്ന് പറയുന്നത്. ആരുടെ ജീവചരിത്രമാണ് മാണി മാധവീയം? ഗുരു മാണി മാധവ ചാക്യാർ. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് മിഴാവ് എന്ന് പറയുന്നത്. മിഴാവാണ്. കൂടിയാട്ടത്തിൻ്റെ കുലപതി, ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. കൂടിയാട്ടത്തിൻ്റെ കുലപതി അമ്മന്നൂർ മാധവ ചാക്യാർ, ഗുരു മാണി മാധവ ചാക്യാർ എന്നും പറയും അല്ലേ. കൂടിയാട്ടത്തിൻ്റെ കുലപതി അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കൂടിയാട്ടത്തിൻ്റെ കുലപതി ആരാണ്? പലതവണ ചോദിച്ചിട്ടുണ്ട്. അമ്മന്നൂർ മാധവ ചാക്യാരാണ്, ഗുരു മാണി മാധവ ചാക്യാർ. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപ്പദ്രുമം എന്ന കൃതി രചിച്ചത് ഗുരു മാണി മാധവ ചാക്യാരാണ് അല്ലെ. ഗുരു മാണി മാധവ ചാക്യാർ അഥവാ അമ്മന്നൂർ മാധവ ചാക്യാർ. കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ എത്ര ദിവസമാണ് വേണ്ടത്? 41 ദിവസമാണ് വേണ്ടത്. കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ 41 ദിവസം വേണം. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നത് ഗുരു മാണി മാധവ ചാക്യാരാണ്. അത് കൊള്ളാല്ലേ. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നത് ഗുരു മാണി മാധവ ചാക്യാരാണ്. നിങ്ങൾക്ക് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, മറന്നു പോകരുത്. കൈമുദ്രകൾക്ക് കൂടിയാട്ട കലാകാരന്മാർ അവലംബിക്കുന്ന ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. കൈമുദ്രകൾക്ക് കൂടിയാട്ട കലാകാരന്മാർ അവലംബിക്കുന്ന ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക.
പതിഞ്ഞാട്ടം, ഇരുന്നാട്ടം, ഇളകിയാട്ടം എന്നിവ ഏത് കലാരൂപത്തിൻ്റെ അഭിനയ പ്രകാരങ്ങളാണ്? കൂടിയാട്ടത്തിൻ്റെ അല്ലേ. എല്ലാത്തിലും ഒരു ടം ഉണ്ടല്ലേ. പതിഞ്ഞാട്ടം, ഇരുന്നാട്ടം, ഇളകിയാട്ടം, കൂടിയാട്ടം അല്ലേ. പതിഞ്ഞാട്ടം, ഇരുന്നാട്ടം, ഇളകിയാട്ടം, പതിഞ്ഞാടുക, ഇരുന്നാടുക, ഇളകിയാടുക, കൂടിയാട്ടത്തിൻ്റെ അല്ലേ. പതിഞ്ഞാട്ടം, ഇരുന്നാട്ടം, ഇളകിയാട്ടം, കൂടിയാട്ടം. കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള ഏക കഥാപാത്രം അല്ലേ. ഏക കഥാപാത്രം എന്ന് പറയുന്നത് വിദൂഷകനാണ്. കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള ഏക കഥാപാത്രം എന്ന് പറയുന്നത് വിദൂഷകനാണ്. അപ്പോൾ ഇത്രയുമാണ് കൂടിയാട്ടത്തെക്കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. കൂടിയാട്ടത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. കൂടിയാട്ടം ഇമ്പോർട്ടൻ്റ് ആണ്. തോരണ യുദ്ധം എന്നറിയപ്പെടുന്നു അല്ലേ. മാണി മാധവീയം എന്ന് പറയുന്നത് ഗുരു മാണി മാധവ ചാക്യാരുടെ ജീവചരിത്രമാണ്. പിന്നെ ഇതിനുപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് മിഴാവ്. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാർ അല്ലേ. യഥാർത്ഥ പേര് ഗുരു മാണി മാധവ ചാക്യാർ. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപ്പദ്രുമം എന്ന കൃതി രചിച്ചത് ഇദ്ദേഹമാണ്, ഗുരു മാണി മാധവ ചാക്യാരാണ്. കൂടിയാട്ടം പൂർണ്ണരൂപത്തിൽ അവതരിപ്പിക്കുവാൻ 41 ദിവസം വേണം. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നത് ഗുരു മാണി മാധവ ചാക്യാരാണ്. കൈമുദ്രകൾക്ക് കൂടിയാട്ട കലാകാരന്മാർ അവലംബിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് ഹസ്തലക്ഷണ ദീപികയാണ്. പതിഞ്ഞാട്ടം, ഇരുന്നാട്ടം, ഇളകിയാട്ടം എന്നിവ കൂടിയാട്ടത്തിൻ്റെ രൂപത്തിൻ്റെ അഭിനയ പ്രകാരങ്ങളാണ്. കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള ഏക കഥാപാത്രം എന്ന് പറയുന്നത് വിദൂഷകനാണ്. അടുത്തത് ചാക്യാർകൂത്താണ്. ചാക്യാർകൂത്ത് എന്താണ് അതിൻ്റെ പ്രത്യേകത നോക്കാം. സമകാലിക പ്രശ്നങ്ങളെ ഭരണാധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉപകരിച്ചിരുന്ന കലാരൂപമാണ് ചാക്യാർകൂത്ത് എന്ന് പറയുന്നത് അല്ലെ. എന്താണ്? സമകാലിക പ്രശ്നങ്ങളെ ഭരണാധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉപകരിച്ചിരുന്ന കലാരൂപമാണ് ചാക്യാർകൂത്ത്. ചാക്യാർകൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ അല്ലെ, വാദ്യങ്ങൾ മിഴാവും ഇലത്താളവുമാണ്. ഇതൊക്കെ നോക്കി വെച്ചേക്കുന്നത്. ഈ വാദ്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ചാക്യാർകൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ എന്ന് പറയുന്നത് മിഴാവും ഇലത്താളവുമാണ്. ചാക്യാർകൂത്തിലെ ജീവനായ രസം എന്ന് പറയുന്നത് ഹാസ്യമാണ്. ഹാസ്യരസമാണ് ചാക്യാർകൂത്ത് അല്ലെ. ചാക്യാർകൂത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, തമാശയല്ലേ അതിൽ. പൈങ്കുളം രാമൻ ചാക്യാരുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് ചാക്യാർകൂത്ത് അല്ലെ. പൈങ്കുളം രാമൻ ചാക്യാരുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് ചാക്യാർകൂത്ത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അരങ്ങുവിധാനം ഗോഷ്ടി കാട്ടുക. എന്താണ്? അരങ്ങുവിധാനം ഗോഷ്ടി കാട്ടുക. അക്കിത്തച്ചൊല്ലൽ, അരങ്ങു തളിക്കൽ. അപ്പം എന്തൊക്കെയാണ്? അരങ്ങുവിധാനം, ഗോഷ്ടി കാട്ടുക, അക്കിത്തച്ചൊല്ലൽ, അരങ്ങ് തളിക്കൽ എന്നിവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ്? ഇത് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ്. അരങ്ങുവിധാനം, ഗോഷ്ടി കാട്ടുക, അക്കിത്തച്ചൊല്ലൽ, അരങ്ങ് തളിക്കൽ ഇതൊക്കെ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ്. മാർഗം കളി അല്ലെ. മാർഗം കളി ഏത് മതവുമായി ബന്ധപ്പെട്ട കലാരൂപമാണ്? ക്രിസ്തു മതം. അത് നമുക്കറിയാവുന്ന പോയിന്റാണ് അല്ലെ. മാർഗം കളിയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം 12 മാർഗം കളിയുടെ ഗാനവിഭാഗം എന്നറിയപ്പെടുന്നത് മാർഗം കളിപ്പാട്ട്. അതുപോലെ ഏത് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ അനുഷ്ഠാന കലാരൂപമാണ് മാർഗം കളി? അത് സുറിയാനി വിഭാഗത്തിൻ്റെ അല്ലെ. ഏത് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ അനുഷ്ഠാന കലാരൂപമാണ് മാർഗം കളി? സുറിയാനി. കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന രാഗങ്ങളുടെ എണ്ണം 24. കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന രാഗങ്ങളുടെ എണ്ണം 24. കൂടിയാട്ടത്തിലെ സ്ത്രീവേഷങ്ങൾ സംസാരിക്കുന്ന ഭാഷ പ്രാകൃത ഭാഷയാണ് അല്ലെ. പ്രാകൃതം എന്ന ഭാഷയാണ്. കൂടിയാട്ടം പരമ്പരാഗതമായി അവതരിപ്പിക്കുന്ന രംഗവേദിയാണ് കൂത്തമ്പലം എന്നറിയപ്പെടുന്നത് അല്ലെ. കൂടിയാട്ടം പരമ്പരാഗതമായി അവതരിപ്പിക്കുന്ന രംഗവേദി അറിയപ്പെടുന്ന പേര് കൂത്തമ്പലം എന്നാണ്. കൂത്തമ്പലം. കഥകളിയിലെ കേളികൊട്ടിന് സമാനമായ കൂടിയാട്ടത്തിലെ ചടങ്ങാണ് മിഴാവ് ഒച്ചപ്പെടുത്തൽ. കഥകളിയിലെ കേളികൊട്ടിന് ചിലപ്പോൾ ചോദിച്ചേക്കാം. കഥകളിയിലെ കേളികൊട്ടിന് സമാനമായ കൂടിയാട്ടത്തിലെ ചടങ്ങ് ഏതാ? മിഴാവ് ഒച്ചപ്പെടുത്തൽ. കഥകളിയിലെ കേളികൊട്ടിന് സമാനമാണ് മിഴാവ് ഒച്ചപ്പെടുത്തൽ. സെന്റ് തോമസിന്റെ ഇന്ത്യയിലേക്കുള്ള വരവും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും ഇതിവൃത്തമായ കലാരൂപമാണ് മാർഗം കളി. എന്താണ്? സെന്റ് തോമസ് അല്ലെ. സെന്റ് തോമസിന്റെ ഇന്ത്യയിലേക്കുള്ള വരവും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും ഇതിവൃത്തമായ കലാരൂപമാണ് മാർഗം കളി എന്ന് പറയുന്നത്. പടയണിയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് കാളി ദാരിക യുദ്ധമാണ് അല്ലെ. അപ്പൊ പടയണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഉത്സവ സീസണിൽ. അപ്പൊ അതിന്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് കാളി ദാരിക യുദ്ധമാണ് അല്ലെ. മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ നടത്തുന്ന സംഘടിത കോലം തുള്ളലാണ് പടയണി എന്ന് പറയുന്നത്. എന്താണ്? മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ നടത്തുന്ന സംഘടിത കോലം തുള്ളലാണ് പടയണി എന്ന് പറയുന്നത്. ഏത് കലാരൂപം അരങ്ങേറുന്നുവെന്ന് അറിയിക്കാനുള്ള വാദ്യമേളമാണ്
കാച്ചിക്കെട്ട് പടയണിയാണ്. കാച്ചിക്കെട്ട് പടയണി. ഏത് കലാരൂപം അരങ്ങേറുന്നു എന്ന് അറിയിക്കാനുള്ള വാദ്യമേളമാണ് കാച്ചിക്കെട്ട് പടയണി. കഥകളിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കലാരൂപം കൂടിയാട്ടമാണ്. നല്ലൊരു പോയിന്റാണ് അല്ലേ. കഥകളിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കലാരൂപം ഏതാണ്? അത് കൂടിയാട്ടമാണ്. കൂടിയാട്ടം. മാനവ സമുദായത്തിൻ്റെ മഹത്തായ പാരമ്പര്യ കലയെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ച കലാരൂപമാണ് നമ്മുടെ കൂടിയാട്ടം. എന്താണ്? മാനവ സമുദായത്തിൻ്റെ മഹത്തായ പാരമ്പര്യ കലയെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ച കലാരൂപമാണ് കൂടിയാട്ടം. മണിപ്രവാളം അതിൻ്റെ ഉത്ഭവത്തിന് കടപ്പെട്ടിരിക്കുന്ന കലാരൂപം എന്ന് പറയുന്നത് കൂടിയാട്ടമാണ്. മണിപ്രവാളം അതിൻ്റെ ഉത്ഭവത്തിന് കടപ്പെട്ടിരിക്കുന്ന കലാരൂപം എന്ന് പറയുന്നത് കൂടിയാട്ടമാണ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. ഇതാണ് അതിൻ്റെ കൂടിയാട്ടത്തിൻ്റെ PSCയിലെ ഒരു ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. കേരള നടനവുമായി ബന്ധപ്പെട്ട നടന കൈരളി അല്ലെ എന്താണ്? കേരള നടനവുമായി ബന്ധപ്പെട്ട നടന കൈരളി എന്ന പുസ്തകം രചിച്ചത് ഗുരു ഗോപിനാഥാണ്. ഗുരു ഗോപിനാഥ്. കേരള നടനവുമായി ബന്ധപ്പെട്ട നടന കൈരളി എന്ന പുസ്തകം രചിച്ചത് ഗുരു ഗോപിനാഥാണ്. ഗുരു ഗോപിനാഥ്. അഭിനയത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? അത് കൂടിയാട്ടമാണ്. അഭിനയത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന കലാരൂപം കൂടിയാട്ടമാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള കലാരൂപമായി കണക്കാക്കുന്നത് കൂടിയാട്ടമാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള, ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്, കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള കലാരൂപമായി കണക്കാക്കുന്നത് കൂടിയാട്ടമാണ്. ചൂട്ടുവെപ്പ് എന്നറിയപ്പെടുന്ന ചടങ്ങോടുകൂടി ആരംഭിക്കുന്ന അനുഷ്ഠാന നൃത്തരൂപമാണ് പടയണി. ചൂട്ടുവെപ്പ് എന്നറിയപ്പെടുന്ന ചടങ്ങോടുകൂടി ആരംഭിക്കുന്ന അനുഷ്ഠാന നൃത്തരൂപമാണ് പടയണി അല്ലെ. ചൂട്ടുപടയണി എന്ന് പറഞ്ഞിട്ട് ഒരു പടയണി ഉണ്ടല്ലോ ചില അമ്പലങ്ങളിൽ ഉത്സവ സീസണിൽ. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ്? തപ്പും ചെണ്ടയും. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ, ഈ വാദ്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചണം. പഞ്ചവാദ്യങ്ങൾ, അതേപോലെ കഥകളിയിലെ വാദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ പടയണിയിൽ തപ്പും ചെണ്ടയുമാണ് ഉപയോഗിക്കുന്നത്. നീലംപേരൂർ പടയണി നടക്കുന്ന ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ. ഏതാണ്? നീലംപേരൂർ പടയണി. പടയണി ആർട്ട് മ്യൂസിയം കടമ്മനിട്ടയിലാണ്. പടയണി ആർട്ട് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കടമ്മനിട്ടയിലാണ്. കടമ്മനിട്ടയിൽ. പടയണിയിലെ പ്രധാന വാദ്യോപകരണം എന്ന് പറയുന്നത് തപ്പാണ്. തപ്പ് അല്ലെ. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ നമുക്കറിയാം തപ്പും ചെണ്ടയും. അതിൽ തന്നെ പ്രധാന വാദ്യോപകരണം തപ്പാണ്. എത്ര ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നീലംപേരൂർ പടയണി? നീലംപേരൂർ പടയണി എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലാണ്. 16 ദിവസമാണ് നീലംപേരൂർ പടയണി നീണ്ടു നിൽക്കുന്നത്. ഏറ്റവും പ്രസിദ്ധമായ പടയണി കടമ്മനിട്ട വലിയ പടയണിയാണ് അല്ലെ. ഏറ്റവും പ്രസിദ്ധമായ പടയണി കടമ്മനിട്ട വലിയ പടയണിയാണ് അല്ലെ. അടുത്തത്, ഏത് മാസത്തിലാണ് നീലംപേരൂർ പടയണി? ആലപ്പുഴ ജില്ലയിലാണെന്ന് പറഞ്ഞു അല്ലെ. നീലംപേരൂർ പടയണി നടക്കുന്നത് 16 ദിവസമാണെന്നും പറഞ്ഞു അല്ലെ. ചിങ്ങമാസത്തിലാണ് അല്ലെ. പൂരം നാളിൽ. ചിങ്ങമാസത്തിലെ പൂരം നാളിലാണ് ഈ പടയണി നടക്കുന്നത്. ഏത് മാസത്തിലാണ് നീലംപേരൂർ പടയണി നടക്കുന്നത്? ചിങ്ങം മാസത്തിലെ പൂരം നാളിലെ. കെട്ടുകാഴ്ചകൾക്ക് പ്രാധാന്യമുള്ള പടയണി നീലംപേരൂർ പടയണിയാണ്. കെട്ടുകാഴ്ചകൾക്ക് പ്രാധാന്യമുള്ള പടയണി നീലംപേരൂർ പടയണിയാണ്. ഭൈരവി കോലം അല്ലെ. ഭൈരവി കോലം ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? പടയണിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഭൈരവി കോലം പടയണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചേരമാൻ പെരുമാളിൻ്റെ വരവുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന പടയണിയാണ് നീലംപേരൂർ പടയണി അല്ലെ. എന്താണ്? ചേരമാൻ പെരുമാളിൻ്റെ വരവുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന പടയണിയാണ് നീലംപേരൂർ പടയണി. പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്യുന്ന കേരളീയ വാദ്യസംഗീതമാണ് സോപാന സംഗീതം അല്ലെ. സോപാന സംഗീതം. നമ്മൾ ദേവാസുരം സിനിമയിൽ അല്ലെ, ഒടുവിലുണ്ണി കൃഷ്ണൻ, അത് നല്ലൊരു പാട്ട് രസമല്ലേ സോപാന സംഗീതം കേൾക്കാൻ. പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്യുന്ന കേരളീയ വാദ്യസംഗീതമാണ് സോപാന സംഗീതം. സോപാന സംഗീതത്തിൻ്റെ മറ്റൊരു പേരാണ് കൊട്ടിപ്പാടി സേവ. എന്താണ് കൊട്ടിപ്പാടി സേവ? ഏത് കലാരൂപത്തിൻ്റെ 2 കൈവഴികളാണ് കൊട്ടിപ്പാടി സേവയും രംഗസോപാനവും? അത് സോപാന സംഗീതത്തിൻ്റെ കൈവഴികളാണ് അല്ലെ. സോപാന സംഗീതത്തിൻ്റെ കൈവഴികളാണ് ഏതൊക്കെ? കൊട്ടിപ്പാടി സേവയും രംഗസോപാനവും. അപ്പോൾ ഇത്രയുമാണ് കലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതിൻ്റെ ബാക്കിയുണ്ട്. അപ്പം നമ്മൾ ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ എടുത്തു പോകും. ടോപ്പിക്കുകളെല്ലാം പരീക്ഷയ്ക്ക് മുമ്പേ നമുക്ക് തീർക്കണം.